أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والنازعات غرقا والناشطات نشطا والسابحات سبحا فالسابقات سبقا فالمدبرات أمرا يوم ترجف الراجفة تتبعها الرادفة قلوب يومئذ واجفة أبصارها خاشعة. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൻ നാസിയാത്തിലെ ആദ്യത്തെ 9 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നാസിയാതി ഗർഖാ. വന്നാസിയാതി ഊരി എടുക്കുന്നവയെ കൊണ്ട് സത്യം. ഗർഖാ മുങ്ങിക്കൊണ്ട്. വന്നാശിത്വാത്തി ഉത്സാഹപൂർവം അഴിച്ചുവിടുന്നവയെ കൊണ്ടും അഥവാ ആനയിക്കുന്നവയെ കൊണ്ടും. നസ്തൻ ഒരു അഴിച്ചുവിടൽ അല്ലെങ്കിൽ ഒരു ആനയിക്കൽ. വസാബിഹാത്തി നീന്തി വരുന്നവയെ കൊണ്ടും. സബഹൻ ഒരു നീന്തൽ. ഫസാബിഖാത്തി മത്സരിച്ച് മുന്നേറുന്നവയെ കൊണ്ടും. സബഖൻ ഒരു മുന്നേറൽ. ഫൽ മുദബ്ബിറാത്തി നടപ്പാക്കുന്നവയെ കൊണ്ടും. അമ്രൻ കാര്യം. യൗമ തർജുഫു പ്രകമ്പനം കൊള്ളുന്ന ദിവസം. അറാജിഫ ഒരു പ്രകമ്പനം കൊള്ളൽ. തത്ബഉഹ അതിനെ പിന്തുടരും. അറാദിഫ പിറകെ മറ്റൊന്ന്. ഖുലൂബുൻ ചില ഹൃദയങ്ങൾ. യൗമഇദിൻ അന്നത്തെ ദിവസം. വാജിഫ പേടിച്ചരണ്ടവയായിരിക്കും. അബ്സാറുഹ അവയുടെ കണ്ണുകൾ. ഖാശിയ ഭയം മൂലം താഴോട്ട് നോക്കി നിൽക്കുന്നവയായിരിക്കും. വന്നാസിയാതി ഗർഖാ മുങ്ങിക്കൊണ്ട് ഊരിയെടുക്കുന്നവ. അഥവാ വെള്ളത്തിലൊക്കെ മുങ്ങിയിട്ട് പിടിച്ചു വലിച്ച് എടുക്കുന്നവയോട് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ അവിശ്വാസികളുടെ ജീവൻ വലിച്ചെടുക്കുന്നവയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അവിശ്വാസിയോട് യാതൊരു ദയയുമില്ലാതെ അവൻ്റെ ജീവൻ പിടിച്ചു വലിച്ചിട്ടാണ് അതിനെ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ എടുത്തു കൊണ്ടുപോകുന്നത്. അതിൻ്റെ നേരെ എതിരായിട്ട് വൻ നാശിത്വാത്തി നഷ്ത്വ വളരെ സന്തോഷത്തോടെ ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് ആനയിച്ചു കൊണ്ടുപോവുകയാണ് വിശ്വാസികളുടെ റൂഹിനെ അള്ളാഹു എടുക്കുന്നതിൻ്റെ ഉദാഹരണമായി പറയുന്നത്. ആദ്യത്തേത് യാതൊരു സ്നേഹവുമില്ലാതെ പിടിച്ചു വലിച്ചെടുക്കുന്നവയാണെങ്കിൽ, രണ്ടാമത്തത് വളരെ സാവധാനം സന്തോഷത്തോടെ മുന്നോട്ട് നയിക്കുന്ന അവസ്ഥയാണ് വിശ്വാസികളുടെ റൂഹെടുക്കുമ്പോൾ ഉണ്ടാകുന്നത്.
വസ്സാബിഹാത്തി സബ്ഹ, അതിവേഗം നീന്തിക്കൊണ്ടു പോവുക. വിശ്വാസികളുടെയും അവിശ്വാസികളുടെയുമായ റൂഹുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്ന രൂപമാണ് ഇത് പറയുന്നത്. അത് വളരെ പെട്ടെന്ന് എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുന്ന മലായിക്കത്തിനെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ പറയുന്നത്. ഫസാബിഖാത്തി സബ്ഖ, എന്നിട്ട് മത്സരിച്ച് മുന്നേറുന്നവ കൊണ്ടും സത്യം. അഥവാ വിശ്വാസിയുടെ റൂഹ് കൊണ്ടുപോകുന്നവർ അവിശ്വാസിയുടെ റൂഹിനേക്കാൾ വളരെ പെട്ടെന്ന് അത് എത്തിക്കേണ്ട സ്ഥലത്തേക്ക് വളരെ കൃത്യതയോടെ എത്തിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഈ സൂചന. ഫൽ മുദബ്ബിറാത്തി അമ്ര, ഈ റൂഹിൻ്റെ പിടുത്തം എന്നല്ല, മറ്റൊരുപാട് കാര്യങ്ങൾ വളരെ കൃത്യതയോടെ വളരെ ഭംഗിയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മലക്കുകളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൗമ തർജുഫു റാജിഫ, ലോകാവസാനത്തെ സംബന്ധിച്ചാണ് ഈ സൂചന. ലോകം അവസാനിക്കാനാകുമ്പോൾ വളരെ പെട്ടെന്ന് ഗംഭീരമായ ഒരു പ്രകമ്പനം, ഒരു വിറകൊള്ളൽ ഈ ലോകമാസകം വിറക്കാൻ തുടങ്ങും. യൗമ തർജുഫു റാജിഫ, ഭയങ്കരമായ ഒരു പ്രകമ്പനം ഉണ്ടാകുന്ന ദിവസം. അത് ആദ്യത്തെ കാഹളമൂത്തോട് കൂടിയിട്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാം ആദ്യമായി കാഹളമൂതുമ്പോൾ ഈ ലോകം ഒന്നാകെ പ്രകമ്പനം കൊള്ളും, വിറക്കും. എന്നിട്ട് അവ ഒന്നൊന്നായിട്ട് കീഴ്മേൽ മറിഞ്ഞ് ഭൂമിയിലുള്ള സകല വസ്തുക്കളും, ആകാശവും ആകാശത്തുള്ള സകല ഗോളാദി കാര്യങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നിലത്തേക്ക് വീഴുകയും വെള്ളമൊക്കെ വറ്റുകയും ബാക്കിയുള്ളവയൊക്കെ ഹൈഡ്രജനും ഓക്സിജനൊക്കെ മാരൊക്കെ ആയിട്ട് കത്തി തീരുന്ന, എല്ലാം നശിക്കുന്ന ഒരവസ്ഥ. അത് ഈ യൗമ തുർജുഫുർ റാജിഫ, ഈ ഭയങ്കരമായ ഈ പ്രകമ്പനത്തോടെ സംഭവിക്കുന്നതാണ്. തത്ബഅഹ റാദിഫ, അതിനെ പിന്തുടരും. ആ റാദിഫ, പിന്തുടർന്ന് വരുന്ന മറ്റൊന്ന്, അതിൻ്റെ ശേഷം അതിനെ തുടർന്നിട്ട് മറ്റൊരു കുലുക്കം. അഥവാ ഈ ആദ്യത്തെ കുലുക്കത്തിൽ ലോകത്തുള്ള സകല വസ്തുക്കളും നശിച്ചു തീർന്നതിന് ശേഷം ഒരിടവേളയ്ക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഊത്തിന് വേണ്ടി ഇസ്രാഫീലിനെ ക്ഷണിക്കുകയാണ്. ആ ഊത്തോടുകൂടി മനുഷ്യർ മുഴുവൻ എത്ര കാലം പഴക്കമുള്ള കബറിടമാണെങ്കിലും അവിടെ നിന്നൊക്കെ എഴുന്നേറ്റ് വരുന്ന ഒരു സമയം. ആ എഴുന്നേൽക്കുന്ന സന്ദർഭമാണ് തത്ബഅഹ റാദിഫ, അതിനെ പിന്തുടർന്ന് മറ്റൊരു ഊത്തുകൂടി, മറ്റൊന്നുകൂടി സംഭവിക്കുന്നു എന്ന് പറയുന്നത്. ഈ ആദ്യത്തെ ഊത്ത് വരുമ്പോൾ തന്നെ ഖുലൂബുൻ യൗമഇദിൻ വാജിഫ, അന്ന് ചില ഹൃദയങ്ങൾ ഭയവിഹ്വലമാകും, പേടിച്ചരണ്ടു പോകും. ഇനി എന്ത് എന്ന ഒരു ചോദ്യം വരും, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന വല്ലാത്തൊരു ബേജാറ് അതിന് ഏൽക്കും. അഥവാ ചില ഹൃദയങ്ങൾ അന്ന് പേടിച്ചരണ്ടു പോകും. അബ്സാറുഹ, ആ പേടിച്ചരണ്ട അവയുടെ ഹൃദയങ്ങൾ ഹാഷിയ ഖുശൂഅ്, അഥവാ താഴോട്ട് കണ്ണ് താഴ്ത്തി നിൽക്കുന്ന അവസ്ഥ, മുകളിലോട്ട് നോക്കാൻ പറ്റാത്ത പേടി, മുകളിലോട്ട് നോക്കാനുള്ള നാണക്കേട്, ഇങ്ങനെയൊക്കെയായിട്ട് താഴോട്ട് കണ്ണ് അടിയിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നിൽക്കുന്ന വല്ലാത്ത ഒരു പേടിയോടുകൂടി, അതേസമയം വല്ലാത്തൊരു വിഷമത്തോടു കൂടി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും അന്നുണ്ടാവുക എന്നർത്ഥം. ലോകാവസാനവും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കുകയും ആ വിശ്വാസത്തിനനുസരിച്ച് നേരിടുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത്ര ഭയപ്പെടാനൊന്നുമില്ല. കാരണം അള്ളാഹു പറഞ്ഞ ഒരവസ്ഥയാണിത്. മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുകയും ഇതൊക്കെ തള്ളിപ്പറയുകയും ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന വ്യാമോഹത്തിൽ നിൽക്കുകയും ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം ലോകം അവസാനിക്കുന്ന ഈ ഒരൊറ്റ കാര്യത്തിൽ തന്നെ, ഈ ഒന്നാമത്തെ ഊത്തിൽ തന്നെ, അഥവാ എല്ലാം തകിടം മറയുന്ന ആ അവസ്ഥ കാണുമ്പോൾ തന്നെ അങ്ങേയറ്റം പേടിച്ചരണ്ട മുഖത്തോടുകൂടി കണ്ണുകൾ നിലത്തോട്ട് തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നർത്ഥം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാവിധ ഭയപ്പാടിൽ നിന്നും പ്രയാസത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.